ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു 3D ബേസിക് സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇത് 3D ബേസിക് ഇതെങ്ങനെ ആർക്കും ഒരു കർവ് ഷേപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ചെറിയ ബേസിക് പാർട്ടാണ് കേട്ടോ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള. അത് നമുക്ക് നേരെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ, നേരെ പാർട്ട് ന്യൂ പാർട്ട്. അതായത് നമുക്ക് ടോപ്പ് ലൈൻ ഒരു പ്ലെയിൻ 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക, നോർമൽ ടു സ്കെച്ച്, ഒരു സെൻട്രൽ പോയിന്റ് റെക്ടാങ്കിൾ സ്ക്വയർ വരയ്ക്കാം. അതിൽ നമുക്ക് ഡയമെൻഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. 60 mm 50 mm. നമുക്ക് എന്നിട്ട് അതിൽ ഫില്ലേറ്റ് ഇതിൽ 4 കോർണറിലും ആർക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് 10 mm എല്ലാ സൈഡിലും. ഓക്കെ, ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് ബോസ് ബേസ് 3D 8 mm. ഓക്കെ, ഇനി നമുക്ക് ഹോൾ വിസാർഡ്, നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കുന്ന പോലെ ഹോൾ ഉണ്ടാക്കണം. അതിന് ഈ ഓപ്ഷൻ ലെജസി ഹോൾ സെലക്ട് ചെയ്യാം. കൗണ്ടർ ബോർഡ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റുക. 6 mm വാല്യൂ, 8 mm ഡെപ്ത്, 10 mm സി ബ്ലോക്ക് ഡയമീറ്റർ, 3 mm സി ബോർഡ് ഡെപ്ത്. എൻ കണ്ടീഷൻ ത്രൂ ആൾ കൊടുക്കുക. അതുപോലെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്യണം. പൊസിഷൻ ചെയ്യാം. പൊസിഷൻ കൊടുത്തിട്ട് 3D സ്കെച്ച് കറക്റ്റായിട്ട് ഈ ആർക്കിൽ ക്ലിക്ക് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ എടുക്കുക, ഒരു സെലക്ട് ചെയ്യാം. സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട്. ഓക്കെ കൊടുക്കാം. ഹോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ പാർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഏത് പാർട്ട് വേണം? ഇതിലുള്ള ഈ സർക്കിൾ, ഈ മെറ്റീരിയൽ, ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നോക്കണം. അത് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം, ഫ്രണ്ട് പ്ലെയിൻ ചൂസ് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്. സർക്കിൾ എടുക്കാം. സർക്കിൾ ഡയമീറ്റർ 20 mm. Distance between this and 48 mm. Distance between this and 70 mm. ഓക്കെ, ഫീച്ചേഴ്സ് എക്സ്ട്രൂഡിൽ പോകുമ്പോൾ ഇത് നമുക്ക് വൺ സൈഡ് മാത്രമാണ് എക്സ്ട്രൂഡ് ആയിട്ട് കിട്ടുന്നത്. അത് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ആവും. ഡിവൈഡ് ആകുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് വന്നിട്ട് 25 mm. 25 mm. ഓക്കെ, ഇനി ഇതിൽ ഈ പാർട്ട്, ഈ ആർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് നമുക്ക് കുറച്ച് മെത്തേഡുകളുണ്ട്. അത് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഈ ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം, നോർമൽ ടു ഫേസ് സ്കെച്ച്. എലിപ്സ് കണ്ട് കെട്ടണ്ട, ആ നമ്മുടെ സർക്കിളിനെ കുറച്ച് നിവർത്തിയിട്ടുള്ള എടുക്കുന്നതിനാണ് എലിപ്സ്. ഓക്കെ, സർക്കിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. Select smart dimension, dimension end to end 15 mm. This end to length വന്നിട്ട് 45 mm. ഈ സെൻറ്റർ പോയിന്റും മിഡ് പോയിന്റും കൂടിയിട്ട് ഹൊറിസോണ്ടൽ റിലേഷൻ. എലിപ്സ് സെലക്ട് ചെയ്യുക. ഈ എൻഡ് ലൈൻ സെലക്ട് ചെയ്യുക, ടാൻജന്റ് റിലേഷൻ. ഓക്കെ, ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ആർക്കായിട്ടുള്ള പാത്ത്. അതിന് നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ നേരെ സെലക്ട് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്. അതിനുശേഷം 3 പോയിന്റ് ആർക്ക്, സെന്റർ പോയിന്റും ഇവിടുത്തെ ഒരു ഓക്കെ. ഓക്കെ, ഇതിലുള്ള ഈ ലൈൻ സെലക്ട് ചെയ്യാം, ഈ സർക്കിൾ ലൈൻ സെലക്ട് ചെയ്യാം, ലൈനും ടാൻജന്റ് റിലേഷൻ. ഈ പോയിന്റ് സെലക്ട് ചെയ്യാം, എലിപ്സ് സെർച്ച് ചെയ്യാം, പിയേഴ്സ്. പോയിന്റ് സെലക്ട് ചെയ്യാം, പിയേഴ്സ്. ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം, സ്മാർട്ട് ഡയമെൻഷൻ 70 mm റേഡിയസ്, ഇൻസൈഡില് 32.5 mm റേഡിയസ്. സെന്റർ ലൈൻ ചൂസ് ചെയ്യാം, കൺസ്ട്രക്ഷൻ പർപ്പസ്. സെലക്ട് വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് എക്സിറ്റ് കൊടുക്കാം, ബൗണ്ടറി ബോസ് ബേസ് ഓക്കെ. ആദ്യം നമുക്ക് എലിപ്സ് ഡ്രോയിങ് ചൂസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പാത്ത്, 2 പാത്ത്, ഓപ്പൺ ലൂപ്പ്, സെക്കൻഡ് ലൈൻ, ഓപ്പൺ ലൂപ്പ്. ഓക്കെ, അതിന്റെ പാത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മെറ്റീരിയൽ എന്ന് പറഞ്ഞ് പോളിഷ് ബ്രാസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പോളിഷ് ബ്രാസ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഫേസ് സെലക്ട് ചെയ്യാം, നോർമൽ ടു സ്കെച്ച്, ഒരു സർക്കിൾ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ, ഇതിന്റെ ഡയമീറ്റർ വന്നിട്ട് 12 mm. ഓക്കെ, ഫീച്ചേഴ്സ് ഇപ്പോൾ എക്സ്ട്രൂഡ് കട്ട്, ഇതിൽ ഹോൾ ആക്കണം, ഹോൾ ത്രൂ ആളിന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ ചാംഫർ പോലെ കട്ടിങ് കൊടുക്കണം. അതിന് ഇവിടെ ഫില്ലായിട്ട് മാറ്റിയിട്ട് ചാംഫർ കൊടുക്കാം. 1 mm 45 ഡിഗ്രി. ഈ സർക്കിൾ സെലക്ട് ചെയ്യാം, 2 സൈഡ് ഇപ്പുറത്തും സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. 2 സൈഡിലും ചാംഫർ കട്ടിങ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകം കമന്റ് ചെയ്യാം. മനസ്സിലാകാത്ത എന്തെങ്കിലും എന്തായാലും മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്നു, എന്തായാലും വെറുതെ ഒന്ന്. താങ്ക് യു.